തിരൂർ മലയാളം സർവകലാശാലയിൽ MSF KSU ഗുണ്ടായിസം. മലയാള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിൽ വിറളി പൂണ്ട MSF KSU പ്രവർത്തകർ വിദ്യാർത്ഥികളെ ആക്രമിച്ചു. വിവരങ്ങളുമായി KT സ്വാലിഹ് മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലിഹ്, KSU തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഷഫീഖ വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശി എന്നതടക്കം വലിയ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘർഷമാണ് അവിടെ ഉണ്ടായത്. വിവരങ്ങൾ. മലയാളം സർവകലാശാല യൂണിയൻ മുഴുവൻ സീറ്റിലും SFIക്ക് ജയമുണ്ടായിരുന്നു. ഇതിന്റെ ആഘോഷ പരിപാടികൾ, ആഹ്ലാദം പങ്കുവെച്ച് വിദ്യാർത്ഥികൾ ക്യാമ്പസിന് അകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് വലിയ അക്രമം MSFകാരുടെയും ഒപ്പം KSUക്കാരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. കത്തി വീശി പ്രവർത്തകർക്ക് നേരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. KSUവിന്റെ തിരൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷഫീഖ് അസ്ലമാണ് മറ്റു വിദ്യാർത്ഥികൾക്ക് നേരെ കത്തി വീശിയതെന്ന് SFI പ്രവർത്തകർ പറയുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SFI ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും പ്രചാരണ ബോർഡുകളെല്ലാം തകർത്തിട്ടുണ്ട്. കവാടം വലിച്ച് താഴെയിട്ടിട്ടുണ്ട്. വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അസഭ്യ വർഷം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ചില പ്രവർത്തകർ ഇവിടെ എത്തിയിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. വിദ്യാർത്ഥി യൂണിയൻ ഭാരവാഹികളടക്കം നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചെറിയ പരിക്കുകളാണുള്ളത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. SFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം P ശ്രീലക്ഷ്മി, അതോടൊപ്പം തന്നെ സ്പോർട്സ് സെക്രട്ടറി K പ്രണവ് എന്നിവർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ അലൻ, നിവേദ്യ, അമർ സനാദ് എന്നിവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തുനിന്ന് പിന്നാലെ ഉണ്ടായി. ഈ പ്രവർത്തകർ നേരത്തെ തന്നെ ഈ ക്യാമ്പസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും എല്ലാം പ്രവർത്തകർ എത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ഇവരാണ് ഈ അക്രമം അഴിച്ചുവിടാൻ നേതൃത്വം നൽകിയത്. അഞ്ജന. തിരൂർ മലയാളം സർവകലാശാലയിൽ SFI പ്രവർത്തകർ യൂണിയൻ വിജയിച്ചതുമായി ബന്ധപ്പെട്ട KSU MSF പ്രവർത്തകർ ആക്രമണം നടത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് KT സ്വാലിഹ് നൽകിയത്.